ജാസ്മിന്റെ ബാപ്പ അഥവാ ജാഫർ ഖാന്റെ ഒരു ഓഡിയോ ഇന്നലെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു, അഥവാ ഓഡിയോ ലോഞ്ച് നടന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഓഡിയോ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടേ കേൾപ്പിച്ചു തരാത്ത. എന്തായാലും ജാസ്മിനേക്കാൾ നന്നായി കണ്ടന്റ് ആയിരുന്നു ഇപ്പൊ ജാഫർ ഖാൻ തന്നെയാണ്, അത് ഉറപ്പിച്ച് പറയാം. സോ നിങ്ങൾ PR, എയർഫോഴ്സ്, ഫയർഫോഴ്സ് ഇത്തവണ വോട്ട് പിടിക്കുന്ന വെച്ച് എക്സ് കണ്ടസ്റ്റന്റ്സിനെ കൊണ്ട് പറയിപ്പിക്കുക. അത് ഇന്റർനാഷണൽ ലെവലിൽ പിടി, അഥവാ റൊണാൾഡോനൊക്കെ പിടിച്ചാൽ മതി. കഴിഞ്ഞ സീസണിൽ ഒരു കണ്ടസ്റ്റന്റ് മുണ്ട് തയ്ച്ചു കൊടുത്തു പറഞ്ഞിട്ട് വോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഗോൾഡൻ ഫേസ് പാക്ക് ഇട്ട് കൊടുത്തു പറഞ്ഞിട്ട് വോട്ട് പിടിക്കും, കുറച്ചും കൂടി വോട്ട് കിട്ടും. ഇന്നലെ നമ്മുടെ ജാഫർ ഖാൻ പറഞ്ഞ എല്ലാ കാര്യം തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. കുറെ എവിടെയൊക്കെ ഒരു അച്ഛന്റെ റോദനം ഉണ്ടായിരുന്നു, അത് ഞാൻ സമ്മതിച്ചു തരുന്നുണ്ട്. പക്ഷേ ഗബ്രിയെ തെറി വിളിക്കാനും ഗബ്രിയെ താപ്പൂ തന്തയ്ക്കൊക്കെ വിളിക്കുമ്പോ ആലോചിക്കണം, സ്വന്തം മകളെ അതേപോലെ വിളിക്കണം. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ വിളിക്കണം. ആള് പറയണ്ടായിരുന്നു അവന് നാണമില്ല ഒരു പെണ്ണിന്റെ പാവാട പിടിച്ച് നടന്ന് കളിക്കാൻ. നേരെ തിരിച്ചും ചോദിക്കണം, ഇവൾക്ക് നാണമില്ല ഗബ്രിയുടെ ബർമൂട പിടിച്ച് കളിക്കാൻ. സോ പറയണ്ട, 23 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ എക്സസ് മെച്യൂരിറ്റി ഉള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് അറിയില്ലേ പുറത്ത് കമ്മിറ്റഡ് ആയിട്ട് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ വരുള്ളൂ എന്ന്. നിങ്ങൾ ആ കുട്ടിയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെയും അതേപോലെ തന്നെ ആ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ സൈബർ ബുള്ളിങ്ങിന് കേസ് കൊടുത്തിട്ട് കാര്യമില്ല. അവനവൻ ചെയ്യണതിനല്ല അവനവന് ക്രിറ്റിസിസം കിട്ടുള്ളൂ. ഇതെന്തോന്നടേ, ചെയ്തവനും ടെലികാസ്റ്റ് ചെയ്തവനും ഒരു കുഴപ്പമില്ല. ഇതിനെ ക്രിട്ടിസൈസ് ചെയ്ത് എന്തെങ്കിലും കണ്ടവർ പറഞ്ഞാൽ അവർക്കെതിരെ കേസും നന്നായിട്ടുണ്ട്. സോ സായി തന്നെ പോയി പറയണ്ടായിരുന്നു വാപ്പ പറഞ്ഞ കാര്യങ്ങൾ, എന്നിട്ട് ആ കൊച്ചു മാറിയോ? വീണ്ടും അന്നൊക്കെ 50% ആണ് ആ കൊച്ചു ഇങ്ങനെ കാണിച്ചിട്ട് വെച്ച് പിന്നീട് 100%-ലോട്ട് മാറുകയാണ്. ഒരാൾ ഔട്ടായി പോയതിന് സ്വന്തം കെട്ടിയോ മരിച്ചു പോയ നെഞ്ഞത്തടിച്ച് നിലവിളിച്ച് കരയുന്നതും അതേപോലെ തന്നെ മാല കയ്യിൽ ചുറ്റുന്നതും ഇവൻ വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ ക്വിറ്റ് ചെയ്ത് പോകുമെന്ന് പറയുന്ന കൊച്ചാണത്. ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നല്ലോ ജാഫർ ഖാൻ അവിടെ BB ഡയറക്ടറിന്റെ അടുത്തൊക്കെ പോയിട്ട് ആ ബൊമ്മ കൊടുത്ത് വിട്ടില്ലെങ്കിൽ ഞാൻ അവളെ വിളിച്ചോണ്ട് പോവും. ഇത്ര പറയാൻ കാണിച്ച ധൈര്യം എന്തിനാ ആദ്യ ആഴ്ചയിൽ വന്നിട്ട് മകളെ വിളിച്ചോണ്ട് പോകണമായിരുന്നു? ഇവൾ ഈ ഷോന് വേണ്ട, ഇവളെ പിടിച്ചിട്ട് പോകണം. പക്ഷെ അത് ചെയ്തില്ല. എന്ത്? അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർക്ക് വേണ്ട ഫെയിം, ഫോളോവേഴ്സ്, മണിയാണ്. പിന്നെ ജാസ്മിന്റെ ഈ കൾച്ചറിന്റെ കാര്യം നമ്മൾ കുറ്റം പറഞ്ഞല്ലോ, 10 ഗുണം 10 ഗുണം.